നമസ്കാരം. പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജനയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ചെറുകിട സംരംഭകർക്ക് കൊളാറ്റിൽ, അതായത് ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇനി വായ്പാ വിഭാഗങ്ങൾ നോക്കിയാൽ പദ്ധതിയെ വായ്പാ തുകയുടെ അടിസ്ഥാനത്തിൽ 4ആയി തിരിച്ചിട്ടുണ്ട്. ശിശു 50,000 രൂപ വരെ, കിഷോർ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ, തരുൺ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ. കൂടാതെ തരുൺ പ്ലസ്, നിലവിലുള്ള തരുൺ വായ്പ വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കിയാൽ ബാങ്ക് വഴിയാണ് വായ്പ. സർക്കാർ നേരിട്ട് പണം നൽകുകയല്ല ചെയ്യുന്നത്. ബാങ്കുകളും അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളും അപേക്ഷകൻ്റെ ബിസിനസ് പ്ലാൻ, തിരിച്ചടവ് ശേഷി, ക്രെഡിറ്റ് ഹിസ്റ്ററി എന്നിവ പരിശോധിച്ചാണ് വായ്പ അനുവദിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം വരുന്നത് ചെറുകടകൾ, അതുപോലെ ടൈലറിംഗ് യൂണിറ്റുകൾ, ബേക്കറികൾ തുടങ്ങിയ ചെറുകിട ബിസിനസ്സുകൾക്ക് തുടങ്ങുന്നതിനും വികസിപ്പിക്കുന്നതിനും ഈ തുക ഉപയോഗിക്കാം. ഇനി തട്ടിപ്പുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് വായ്പ നൽകാമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി പണം ആവശ്യപ്പെടുന്ന തട്ടിപ്പുകളിൽ വീഴരുത്. ഔദ്യോഗിക സർക്കാർ പോർട്ടലുകൾ അല്ലെങ്കിൽ അംഗീകൃത ബാങ്കുകൾ വഴി മാത്രം അപേക്ഷിക്കുക. ഇനി വായ്പ എടുക്കുന്നതിന് ബിസിനസ് ആവശ്യത്തിനാണെങ്കിലും കൃത്യസമയത്ത് തിരിച്ചെടുക്കുക എന്നത് അപേക്ഷകൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള എല്ലാവിധ അപ്ഡേഷനും ലഭിക്കാനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.